കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജാതി പറഞ്ഞുകൂടാന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ രാജാക്കന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെ പറയാതിരിക്കുക. മീറ്റ് മിസ്റ്റർ ചൈതന്യ എസ് വർമ്മ. അശ്വതി തിരുനാളിന്റെ ചെറുമകനും സിദ്ധാർത്ഥ് എസ് വർമ്മയുടെയും UK വനിതയുടെയും ഏക മകൻ. ഹാഫ് മലയാളി, ഹാഫ് ബ്രിട്ടീഷ്. ചെറുതായിരുന്നില്ല ചൈതന്യയുടെ നേട്ടങ്ങൾ. ഈ പ്രായത്തിൽ തന്നെ ഒരു ഡോക്ടർ ഡിഗ്രി, റോയൽ ഫാമിലിയുമായിട്ട് തെറ്റില്ലാത്തൊരു ബന്ധം, ലക്ഷറി കാർസ്, ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റൈൽ. ഇതൊന്നും മാത്രമല്ല, അങ്ങ് അമേരിക്കയിൽ പെന്റഗണിൽ പോലും ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പിടി. ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ഡിഫൻസ് ചീഫ് വരെയായിരുന്നു ചൈതന്യ. 22,000 ഫോളോവേഴ്സിന്റെ മുകളിൽ ഉണ്ടായിട്ടും പ്രൈവറ്റ് അക്കൗണ്ട് ആയതിനാൽ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലിലോട്ട് ആക്സസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. കാരണം അദ്ദേഹം പെൺകുട്ടികളുടെ റിക്വസ്റ്റ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അവരെ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ, അവർക്ക് മാത്രമേ മെസ്സേജ് അയക്കുള്ളൂ. ആൻ ആക്ച്വൽ ട്രൂ കോർ ഫെമിനിസ്റ്റ് ഐ ഗസ്. ബട്ട് ഈ ഫോട്ടോയുടെ തിരച്ചിൽ ചെന്ന് നിന്നത് വൺ മിസ്റ്റർ ആർത്തവ് പവാറിന്റെ മുമ്പിലായിരുന്നു. Another guy who was trying to fool girls in South India, and I think it was last year. ഒരു ദുബായ് ബേസ്ഡ് ട്രേഡറായ ആർത്തവിന്റെ ഫോട്ടോസാണ് ചൈതന്യയുടെ അക്കൗണ്ടിൽ അയാളാണെന്ന് പറഞ്ഞിട്ടുകൊണ്ടിരുന്നത്. രാജാക്കന്മാരല്ലേ, കടമെടുത്തായിരിക്കാം എന്ന് ഞാനും വിചാരിച്ചു. കൊട്ടാരത്തിലും അന്വേഷിച്ചു നോക്കി. There is no ചൈതന്യ എസ് വർമ്മ. ഇതൊരൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല, ഇതുപോലെ ഒരുപാട് അക്കൗണ്ടുകൾ നിലവിലുണ്ട്. നല്ല രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ്. We're trying to see what can be done legally as we speak, but at the same time സൂക്ഷിച്ച് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുക. സ്നേഹം മാത്രം പറയട്ടെ.